അഭിമന്യുവിനെ കൊന്ന SDPIയുടെ വോട്ട് വാങ്ങാൻ CPM-ന് മടിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SDPI ഉൾപ്പെടെയുള്ള കക്ഷികളോട് UDF എടുത്ത നിലപാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPI-യുടെയും PDP-യുടെയും പിന്തുണ ആഗ്രഹിക്കുന്നുവെന്ന് VD സതീശൻ പരിഹസിച്ചു. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPI-യുടെ പിന്തുണയെക്കുറിച്ചും PDP-യുടെ പിന്തുണയെക്കുറിച്ചും RSS-ന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ. ഒന്നും പറയാനില്ല. CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപഢ്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തത്സമയം ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. പ്രദീപ്, നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് കാസർഗോഡ് നിന്ന്. നമസ്കാരം പ്രദീപ്, പറഞ്ഞോളൂ. SKN, ഗുഡ് മോർണിംഗ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് എത്തിയത്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അവസാനിച്ചത്. ആ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ SDPI, LDF-ഉം SDPI-യും തമ്മിലുള്ള ഒരു വോട്ട് ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. അതായത് അഭിമന്യുവിനെ കൊന്ന SDPI-യുടെ വോട്ട് വാങ്ങാൻ LDF-നും CPM-നും മടിയില്ല. ഇത് CPM-ൻ്റെ കാപട്യമാണ് തുറന്നു കാണിക്കുന്നത്. നേരത്തെ 4 പതിറ്റാണ്ടോളം ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടന്നവരാണ് CPM. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും അവർ വിമർശിക്കുന്നത്. എന്നാൽ SDPI-യുടെയും PDP-യുടെയും വോട്ട് LDF, പ്രത്യേകിച്ച് CPM ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനം നേരത്തെ വ്യക്തമാക്കി എന്ന തരത്തിലൊരു ലാഘവത്തോടെയുള്ള മറുപടി LDF നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി പോലും ഇതേക്കുറിച്ച് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ SDPI-യെക്കുറിച്ച് കൃത്യമായൊരു സമീപനം, നിലപാട് UDF നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. ആ സമീപനത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ രൂക്ഷമായൊരു വിമർശനമാണ് CPM-നെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, അഭിമന്യുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വീണ്ടും പ്രതിപക്ഷ നേതാവ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ SDPI, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ SDPI-യുടെ വോട്ട് വാങ്ങാൻ ഒരു മടിയും ഇന്നിപ്പോൾ CPM കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാപഢ്യത്തിൻ്റെ മുഖം മൂടിയാണ് പിണറായി വിജയൻ, പ്രത്യേകിച്ച് LDF നേതാക്കൾ അണിഞ്ഞിരിക്കുന്നത്. ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.